ആത്മാ കോട്ടയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വൈക്കത്ത് കാർഷിക സെമിനാറും പച്ചക്കറി തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. വിഷരഹിത പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും വൈക്കം മുനിസിപ്പാലിറ്റി, വൈക്കം കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ ആത്മാ കോട്ടയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാമും കാർഷിക സെമിനാറും പച്ചക്കറി തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ദുൽ സലാം റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് ഊന്നൽ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ന് പച്ചക്കറി വിത്ത് വിതരണം, അതുപോലെ തന്നെ തൈ വിതരണം, ഇത് രണ്ടും ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക. നമ്മുടെ ഈ നഗരത്തിലെ കാർഷിക ആവശ്യത്തിനുള്ള, കർഷകർക്ക് ആവശ്യമുള്ള വിത്തും തൈയും ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഈ കൂട്ടായ പ്രയത്നത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സൗദാമിനി അഭിലാഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും നല്ല കൃഷി ഉൽപ്പന്നങ്ങളും ഒക്കെ കഴിക്കാനും അതുപോലെ മേടിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത് എല്ലാവരും ആ രീതിയിലൊന്ന് ചിന്തിച്ച് നമ്മുടെ വീടുകളിൽ വേണ്ട, ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ചെടിച്ചട്ടികളിൽ അല്ലെങ്കിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ വിനു ചന്ദ്രബോസ് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി രാജശേഖരൻ, ശ്രീമതി ഗിരിജാകുമാരി, ഗീതാ പുരുഷൻ, ഡി രഞ്ജിത് കുമാർ, നഗരസഭാ കൗൺസിലർ എം കെ മഹേഷ്, കൃഷി ഓഫീസർ ശ്രീ മെയ്സൺ മുരളി, കൗൺസിലർമാരായ അനിൽകുമാർ, രേണുക രതീഷ്, ഇടവട്ടം ജയകുമാർ, സിന്ധു സജീവൻ, ആത്മാ ഉദ്യോഗസ്ഥ ആശ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന സമയത്ത് സമയമില്ലെങ്കിലും റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും കൃഷി ചെയ്ത് വിഷരഹിത പച്ചക്കറി ഉപയോഗിക്കാൻ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇവിടെ എനിക്കറിയാം, ഇവിടെ പലരും കൃഷി വകുപ്പിൻ്റെ പല ഉദ്യോഗസ്ഥരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നെല്ലാം നമ്മൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു വകുപ്പാണ് കൃഷി വകുപ്പ്. സബ്സിഡി നിരക്കിൽ കൃഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. നൂറുകണക്കിന് കർഷകരാണ് പച്ചക്കറി തൈകൾ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, വൈക്കം ഡെയിലി ന്യൂസ്.